ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടിൻ ഫിഷ് അല്ലെങ്കിൽ ടൂണ കൊണ്ട് എങ്ങനെയാണ് വളരെ ടേസ്റ്റിൽ മസാല ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ടിൻ ഫിഷ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ഫിഷ് റോസ്റ്റ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ മസാല കൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു സാൻഡ്വിച്ച് കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ 2 ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ടിൻ ഫിഷ് നമുക്ക് 2 രീതിയിൽ വാങ്ങിക്കാൻ കിട്ടും. ഒന്ന് വെള്ളത്തിൽ മീനിട്ടതും അതുപോലെ തന്നെ എണ്ണയിൽ മീനിട്ടതും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒലീവ് ഓയിലിൽ ഇട്ട് വെച്ച ടിൻ ഫിഷാണ്. ഞാനിവിടെ മസാല ഉണ്ടാക്കാനായിട്ട് 4 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളക്ക് പകരം കുഞ്ഞുള്ളി എടുക്കാവുന്നതാണ്. കുഞ്ഞുള്ളി കൊണ്ട് മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് നന്നായി പഴുത്ത 3 തക്കാളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. തക്കാളി വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. പിന്നെ ഇതുപോലത്തെ 2 പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 3 പച്ചമുളകും കുറച്ച് മല്ലിയിലയും എടുത്തു വെച്ചിട്ടുണ്ട്. മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം ഇത് ഒലീവ് ഓയിലിലോ ബട്ടറിലോ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇഞ്ചിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷവും അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം 4 സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ സവാള നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. സവാള ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവുന്നും വേണ്ട കേട്ടോ. സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി വെന്ത് കിട്ടിയാൽ മതി. ഞാൻ ഈ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റിന് ശേഷം ഈ സവാള നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായി പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റിന് ശേഷം തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി നല്ല എരിവുള്ളതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഈ പൊടികളുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ഈ പൊടികളുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടിൻ ഫിഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ടിൻ ഇതുപോലെ ഒന്ന് തുറക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട, ഈ മീൻ ഒലീവ് ഓയിലിൽ ഇട്ട് വെച്ചതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഓയിലിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഈ ഓയിലിൽ തന്നെ മസാല ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഓയിൽ എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ഈ 2 ടിന്നിലെയും ഓയിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഫിഷ് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഫിഷ് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി ഈ ഫിഷിലേക്ക് ഈ മസാല നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഞാനിത് 2 മിനിറ്റ് അടച്ച് വെക്കുന്നുണ്ട്. 2 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഈ മസാലയൊക്കെ ഈ മീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൂണ ഫിഷ് റോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിനി ടിൻ ഫിഷ് വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇനി ഞാൻ ഈ മസാല കൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു സാൻഡ്വിച്ച് കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഈ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്ത് അതിൽ കുറച്ച് ബട്ടറാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ടൂണ ഫില്ലിങ് വെച്ചതിന് ശേഷം ഞാൻ ഈ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളയും. അതുകൊണ്ട് ബട്ടർ ഞാൻ ഈ ബ്രെഡിൻ്റെ സൈഡിലൊന്നും ആക്കി കൊടുക്കുന്നില്ല. ഈ വൈറ്റ് പോർഷനിൽ മാത്രമേ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് വെച്ച് കൊടുക്കുക. ചിലർക്ക് ഒത്തിരി ഫില്ലിങ് ഉള്ളത് ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ഒരുപാട് ഫില്ലിങ് ഉള്ളതായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ചൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഫില്ലിങ്ങിന് മുകളിൽ ഇതുപോലെ ഒരു സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ സ്ലൈസ് ബ്രെഡിന് മുകളിലും ഇതുപോലെ ബട്ടർ തേച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ബട്ടറിന് പകരം മയോണൈസും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മയോണൈസിനേക്കാളും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബട്ടർ അപ്ലൈ ചെയ്യുമ്പോഴാണ്. ഇവിടെ കുട്ടികൾക്കും ബട്ടർ അപ്ലൈ ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടമുള്ളത് എന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സാൻഡ്വിച്ച് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. ഇനി ഞാൻ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, കട്ട് ചെയ്യാതെയും കഴിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ഞാൻ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാൻഡ്വിച്ച് ബ്രെഡ് ഒന്നല്ല കേട്ടോ, സാധാരണ ബ്രെഡാണ്. സാൻഡ്വിച്ച് ബ്രെഡാണെങ്കിൽ ഇത്തിരി കൂടി വലിയ സൈസായിട്ട് കിട്ടും. അപ്പോൾ ഈ ടിൻ ഫിഷ് മസാല കൊണ്ട് ഞാനിവിടെ സാൻഡ്വിച്ചും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്